വാക്യം വായിച്ചിട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യം വളരെ പരിചയമായ വാക്യമാണ്. വായിച്ചു കേൾക്കാം. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച്. ഒന്നാമത്തെ ദൂത്, ഇന്ന് നിനക്ക് വിടുതലുണ്ട്. കാരണം ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ പോവാ. ഒരാമയും പറയണം. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതിന് താഴത്തെ വാക്യം കൂടെ വായിച്ചു. മിസ്രൈം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. മതി. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. വേദപുസ്തകത്തിൽ യോസഫിന്റെ ചരിത്രം സകല ദൈവമക്കൾക്കും കാണാപ്പാടാം. ഞാൻ ചരിത്രം പറയുവല്ല, അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാം. യോസഫ് ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒരു കാരണവും ഇല്ലാതല്ല യോസഫ് സങ്കടപ്പെട്ടത്. സങ്കടപ്പെടേണ്ട സാഹചര്യങ്ങൾ പിശാചുണ്ടാക്കി. ഇന്ന് നോക്കിക്കോണം, ചിലരുടെ സാഹചര്യങ്ങളെ വരെ ഇളക്കി മറിക്കും ദൈവം. യോസഫിന് ആദ്യം ഉണ്ടായ സങ്കടം എന്നാന്നറിയോ? ഈ സങ്കടം ആരോടും പറഞ്ഞില്ലേ. നമ്മൾ എന്തിനാ വല്ലവരോടൊക്കെ നമ്മുടെ സങ്കടം പറയുന്നേ? അവർ ഈ പഞ്ചായത്തിൽ പരത്താനല്ല. നിന്നോട് ആരേലും വിശ്വസിച്ച് സങ്കടം പറഞ്ഞാൽ ദേ നീ ആരോടും പറയല്ല, എന്നോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പറയരുത്. അത് മനോരമ കൊടുക്കുന്ന പോലെ. നിന്നോട് ആരേലും ഒരു സങ്കടം പറഞ്ഞാൽ, ഞാൻ തുറന്നു പറയുക, ഭാര്യയോട് പറഞ്ഞ ഭർത്താവ് ചോദിച്ചാൽ പോലും പറയരുത്, ഭർത്താവിനോട് പറഞ്ഞ ഭാര്യ ചോദിച്ചാൽ പോലും പറയരുത്. എന്നോടൊരാൾ സങ്കടം പറഞ്ഞാൽ ഞാൻ ഭൂമിയിൽ ആരോടും ഷെയർ ചെയ്യത്തില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയത്തില്ല. അതെന്നാ? ആ സങ്കടം എന്നോട് പറയുമ്പം അവർക്ക് കിട്ടുന്നൊരു റിലീഫുണ്ട്, അവർക്ക് ലഭിക്കുന്നൊരു സമാധാനം. നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ആരോടും സങ്കടം പറയാൻ ഒക്കാത്തൊരു വിഷയമാണല്ലോ. അതാരോട് പറയും? അതാരോട് പറയാൻ പറ്റും? പറയാൻ പറ്റുമോ? ഈ ചില അവസ്ഥയുണ്ട്, നമുക്ക് ചിലപ്പോൾ ചില ഫുഡ് കഴിക്കുമ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി വരും. പക്ഷെ എന്ത് ചെയ്യത്തില്ല, വൊമിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പം നമ്മൾ പറയുന്നത് അങ്ങ് വൊമിറ്റ് ചെയ്ത് പോയായിരുന്നെങ്കിൽ ആശ്വാസമായി. ഇതേ ഫീലാ ചിലരുടെ ഉള്ളിൽ. ഈ സങ്കടം ഭാര്യയോട് ഇപ്പം നമ്മൾ വലിയ കാര്യം നമ്മുടെ സങ്കടം ചെന്ന് പറയുക. എന്തുകൊണ്ടാ അബ്രഹാം സാറായോട് പറയാതെ മോനെ കൊണ്ട് മലയിൽ പോയെ? പറഞ്ഞാൽ യാഗം നടക്കുകയില്ല. സഹോദരന്മാരെ എല്ലോ ഒന്നും പറയല്ലേ, സഹോദരിമാരെ എല്ലോ ഒന്നും അങ്ങോട്ടും പറയരുത്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സങ്കടം, നാട്ടുകാർ മുഴുവൻ എതിർത്താലും നമുക്ക് പ്രശ്നമില്ല. രക്തബന്ധങ്ങൾ എതിർത്താൽ അതൊരു ഭയങ്കര സങ്കടമാണ്. യോസഫിന്റെ ഒന്നാമത്തെ എതിരാളി സ്വന്തം സഹോദരങ്ങളാണ്. അവര് ചെയ്ത പ്രവൃത്തി മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയാണ്. ആരേലുമൊക്കെ മനസാക്ഷി ഇല്ലാതെ നിന്നോട് പോരാടുന്ന ഓർത്തോണം, നിന്നെ സങ്കടത്തിൽ ബന്ധിക്കാനാ. പക്ഷെ നിന്റെ കൂടെ ഇരുന്ന് ആ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുന്ന, ഇന്ന് ഞാനൊരു ദൂത് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടും. നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ പോവാ. സഹോദരങ്ങൾ, ഇനി നോക്കി, അവർ ചെയ്തേ കേൾക്കണോ? അവന്റെ മുമ്പിൽ വെച്ച് മനസാക്ഷിയില്ലാതെ അവന്റെ വസ്ത്രം ഊരിയെടുത്തു. നല്ല ഭാഷ, അവനെ നഗ്നനാക്കി. 2,
ഒരു മൃഗം പോലും ചാടാൻ ആഗ്രഹിക്കാത്ത കുഴിക്കകത്ത് അവനെ തള്ളിയിറക്കി. ആ കുഴിയുടെ കരയിരുന്ന് ഇവന്മാരപ്പം ആസ്വദിച്ച് കഴിക്കുക. സങ്കടം, ഒന്നാമത്തെ സങ്കടം കണ്ണുകൊണ്ട് കാണുന്ന സങ്കടം. അതവനെ തകർത്തു. അതും പോട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞക്കായലിട്ട് കൊടുത്തു, കയറി വരാനാ. അപ്പൊ ഓർത്തു, മനസ്സ് മാറിയായിരിക്കും. കയറി വന്നപ്പോൾ എന്തുവാ, എണ്ണി വാങ്ങിക്കുക പൈസ. ഇത്രയേ ഉള്ളോ, ഇച്ചൂടെ തരത്തില്ലയോ, ആള് സുന്ദരനാണ്, കോമളനാണ്, ഇച്ചൂടെത്താ. മറക്കത്തില്ല ചിലത്. അങ്ങനെ കേറിയതായി സങ്കടം. ചെയ്ത പ്രവൃത്തി ഇവിടുത്തെ കോടതി പോലും അംഗീകരിക്കുന്ന പ്രവൃത്തി അല്ല. പക്ഷേ നീ അത് ലൈവായി കണ്ടതുകൊണ്ട് നിനക്കൊരാഴമേറിയ സങ്കടം ഉണ്ടായി. പക്ഷെ ഇന്നത്തെ ദൂത് ആ സങ്കടത്തിനകത്ത് നിന്നോട് കൂടെ ഇരുന്ന് ഒരു ദൂത് പറയാം. നിന്നെ ഒതുക്കിയവന്റെ മുമ്പിൽ അവൻ അറിയാത്ത വഴിയെ കൂടെ നിന്നെ കൊണ്ടുപോകാൻ പോവാ. തിരിച്ചറിവുള്ള ഒരു സ്തോത്രം ചെയ്യുക. ഞാൻ ഇപ്പോഴും വചനം കേൾക്കുന്നവരോട് പറയാം, നീ തോറ്റിട്ടില്ല. നിന്നെ ദൈവം കൊണ്ടുവന്ന വഴി നിനക്ക് മനസ്സിലായിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, നീ എവിടോ എത്താൻ പോവാ. നിന്നെ ചിലർക്ക് തട്ടിക്കളിക്കാൻ വിട്ടുകൊടുത്തത് തീർക്കാനല്ല, അവരുടെ മുമ്പിൽ വിരുന്നൊരുക്കാനാ. ചോദ്യം, യോസഫിനെ വിറ്റു. ഞാൻ പെട്ടെന്ന് പോവാം. പൊത്തിപ്പേർ വാങ്ങിച്ചു. വീട്ടിൽ ചെന്നപ്പോഴോ അതിനെക്കാട്ടി പ്രോബ്ലം. 2 കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. അവന് മനസ്സിലായി ഇതെന്നെ തീർത്തേ പോവും. ഓടി രക്ഷപ്പെട്ടു. ഓടിയവനെ പിടിച്ച് ഇരുമ്പഴിക്കകത്ത് ഒതുക്കി. അവൻ ചോദിക്കുക, സഹോദരന്മാർ എന്നോട് എതിർക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പൊത്തിപ്പറിന്റെ വീട്ടിലെ നന്മയെ തന്നെ പുറത്തിറക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഈ കുണ്ടറ ഞാൻ കിടക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കർത്താവ് പറയും, നീ പേടിക്കണ്ട, നിന്നെ എത്തിക്കാനിടത്തോടുള്ള യാത്രയായത്. നീ എത്താൻ പോവാ. നിന്നെ നിന്ദിച്ചവന്റെ മുമ്പിൽ, അപമാനിച്ചവന്റെ മുമ്പിൽ ഞാനൊരു വെളിപ്പാട് ഇത് വചനം കേൾക്കുന്നവരോട് പറയാം. നിന്നെ ദൈവം ഒരിടത്തെത്തിക്കാൻ തീരുമാനിച്ചാൽ ആരെല്ലാം തടഞ്ഞാലും ദൈവം അവിടെ കൊണ്ടെത്തിച്ചിരിക്കും. യേശുവിന്റെ നാമത്തില് ഇന്ന് വരെ രാജ്യത്തില്ലാത്തൊരു തസ്തിക നിനക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോവാ. ഒരാമയും പറഞ്ഞാട്ട് ആ രാജ്യത്ത് യോസഫിന് ഇരിക്കേണ്ട ഒരു തസ്തികയില്ല. പക്ഷെ ദൈവം ഉണ്ടാക്കുക. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. ആരും അനുഭവിക്കാത്ത സങ്കടം നീ അനുഭവിക്കുന്നെങ്കിൽ ആരും അനുഭവിക്കാത്ത സന്തോഷം നീ അനുഭവിക്കും. ഇതൊരു പ്രവചന ശബ്ദമാ. നിന്നെ സഹോദരങ്ങൾ വിറ്റെങ്കിൽ, നിന്നെ സഹോദരങ്ങൾ അപമാനിച്ചെങ്കിൽ, നിന്നെ സഹോദരങ്ങൾ മാന്യത പുലർത്തിയില്ലെങ്കിൽ, നിനക്ക് ദോഷം ചെയ്തെങ്കിൽ നീ പേടിക്കണ്ട.